ഹലോ, എൻ്റെ പേര് പാർവതി കൃഷ്ണ. ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാനൊരു കുറച്ച് ഫേസ് യോഗ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. ഐ ഗോട്ട് സർട്ടിഫൈഡ് ഫ്രം ഹൗസ് ഓഫ് ബ്യൂട്ടി. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ ചെന്നാൽ ചിലപ്പം എൻ്റെ വീഡിയോസ് ഒക്കെ കാണാം, കാരണം ഞാൻ അവിടെ നിന്നാണ് സർട്ടിഫൈഡ് ആയത് ഫസ്റ്റ്. ഫേസ് യോഗ സർട്ടിഫൈഡ് ഫ്രം ഹൗസ് ഓഫ് ബ്യൂട്ടി. ഈ സർട്ടിഫിക്കേഷൻ കിട്ടുന്നതെല്ലാം ഭയങ്കര ഓതന്റിക് ആണെന്നുള്ളൊരു വിചാരമുണ്ട് ഇവരെപ്പോഴുള്ളവർക്ക്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഒരു അങ്ങനെ പ്രശ്നം ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. സർട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അക്യുപഞ്ചറിന് വരെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നവരുണ്ട്. ലോകത്തുള്ള എല്ലാ ഉടായ്പകൾക്കും സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗക്കാർ കാണും. ഇന്നത്തെ കാലത്തെ പുതിയൊരു ഫാഷനാണ് എന്തിന്റെ പേരിലും കൂടെ ഒരു യോഗ എന്നൊരു വേർഡ്. കാരണം അത് വിറ്റ് പോകാൻ വളരെ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഈ യോഗ എന്നുള്ളൊരു വേർഡ്. അതിലും വലിയ കാര്യമില്ല എന്നറിയാം, എന്നാലും ഈ യോഗ എന്ന് പറഞ്ഞാൽ എവിടെ എഴുതി കാണിച്ചാൽ അത് വിറ്റ് പോകും ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് എന്തിന്റെ കൂട്ടത്തിലും ഫേസ് യോഗ. ഇപ്പം ഇനിയിപ്പോൾ ഫേസ് യോഗയ്ക്ക് വരും നോസ് യോഗ എന്ന് പറഞ്ഞ നാളെ ഒരു സാധനം ഓർക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇവർ പറയുവാണ് മൂക്ക് ഇച്ചിരി കൂടെ ഒക്കെ നീട്ടം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ നോസ് യോഗ ചെയ്യൂ. അപ്പോൾ ഈ മൂക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഈ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെന്റിമീറ്റർ നീളുന്നതാണ് എന്ന് പറഞ്ഞാലും ആൾക്കാർ അത് വിശ്വസിക്കും. കാരണം ഇവന്മാർ ഇതിന്റെ അളവ് എടുത്തിട്ടൊന്നും അല്ല ഇത് ചെയ്യാൻ തുടങ്ങുന്നതും. അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമോ ഒരു ബൾജിങ്ങോ ഈ പിടിച്ച് ഞെക്കുമല്ലേ, അപ്പം മാംസത്തിനുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ബൾജിങ് കണ്ടിട്ട് എനിക്ക് നീണ്ട് എന്ന് ഇവർക്ക് തോന്നലുണ്ടാവും. ഈ പുറമേ ഉള്ള വ്യക്തിഗതമായ അനുഭവത്തിലൂടെ ഒരു സാധനം ശരിയാണ് എന്ന് ഇവരായിട്ട് വരുത്തി തീർക്കും. ഇതാണ് ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത് തുടങ്ങി. ഞാൻ കുറച്ചാൾ പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം കഴിഞ്ഞൊരു 8 മാസമായിട്ട് ഞാൻ ഒരു 1000കണക്കിന് സ്റ്റുഡൻസിന് ക്ലയൻസിന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നവരുണ്ട്. 1000കണക്കിന് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് പറയേണ്ട, 1000കണക്കിന് സ്റ്റുഡൻസിനെ തെറ്റിദ്ധരിപ്പിച്ച് കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട്, ഇതുവരെ ഇല്ലാതെ കഴിഞ്ഞൊരു 1 വീക്കായിട്ട് മിസ്റ്റർ ചന്ദ്രശേഖർ രമേശ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു വീഡിയോ ചെയ്യുകയും അതിന് പിന്നാലെയായിട്ട് ഒരുപാടധികം ആളുകൾ യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവരുടെ പാർട്ട് ഓഫ് ജോബ് ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഫൈൻ. ചന്ദ്രശേഖർ രമേശ്, ഓക്കെ. ചന്ദ്രശേഖർ രമേശ് നിങ്ങൾക്കറിയാലോ, ലൂസി എന്ന് പറയുന്ന ഒരു സയൻസ് പറയുന്ന ഒരു ചാനലാണ്. ആ ചാനലിലെ ആങ്കറാണ് ചന്ദ്രശേഖർ രമേശ്. പുള്ളി പാർവതിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു. പുള്ളി പക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിൽ പുള്ളി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സയന്റിഫിക് എവിഡൻസ് വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരക്ഷരം പോലും പാർവതിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അതിന്റെ അടിയിൽ തന്നെ തൊട്ട് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി. ഒന്നും മനസ്സിലായിട്ടില്ല പുള്ളിക്കാരിക്ക്. അത് ഈ സെലിബ്രിറ്റികളുടെ ഒരു പ്രശ്നമാണ്. ഇവർ തെറ്റാണ് എന്ന് ബാക്കിയുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. ഞങ്ങൾ തെറ്റുന്നില്ല, ഞങ്ങളുടെ ഭാഗത്തും തെറ്റ് സംഭവിക്കാറേയില്ല എന്നുള്ളൊരു വിചാരമാണ് ഇവരെപ്പോലുള്ളവർക്കുള്ളത്. എന്തിന്റെ ബേസിലാണ് തട്ടിപ്പ് അല്ലെങ്കിൽ ഉടായിപ്പ് എന്ന 2 വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊന്നും എനിക്കറിയണം. എന്ത് തട്ടിപ്പാണ് ഞാൻ ചെയ്യുന്നതെന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി ആരെങ്കിലും തരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. കാരണം നിങ്ങൾക്കൊരു സയന്റിഫിക് എക്സ്പ്ലനേഷനെ ഈ തലയിലോട്ട് എടുക്കാനുള്ള ഒരു ബോധമില്ല. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പണിക്ക് പോകത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ സയന്റിഫിക് യോഗ എന്ന് പറഞ്ഞ സാധനത്തിന്റെ പുറകെ നിങ്ങൾ പോകത്തില്ലല്ലോ. ഞാൻ മാത്രമല്ല ഫേസ് യോഗയുടെ ക്ലാസ്സസ് എടുക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി കേരളത്തിൽ. എന്തുകൊണ്ട്? വൈ ഒൺലി മീ? ഇതൊരു ചോദ്യമല്ലേ? എനിക്കൊന്ന് നിങ്ങൾ ഈ പലവരും അത് ചോദിച്ചിട്ടും ഉണ്ടാവും. പാർവതി കൃഷ്ണ മാത്രമല്ല ഇവിടെ ക്ലാസ് എടുക്കുന്നത്. മേ ബി ഞാൻ 1-2 സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണോ അതെനിക്കറിയില്ല. അത് ഫേസ് യോഗ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ കുറച്ചുകൂടെ ഫേസ് യോഗ ക്ലാസ് വന്നു തുടങ്ങി. ഇനി അതുകൊണ്ടാണോ? എന്നാലും എനിക്കറിയണം. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് അതറിയാനായിട്ട്. വൈ ഒൺലി മീ? ബിക്കോസ് ഐ ആം ഗെറ്റിംഗ് ടാർഗറ്റഡ്. ഐ ആം ദ ഓൺലി വൺ ഗെറ്റിംഗ് ടാർഗറ്റഡ്. വിക്ടിം കാർഡ് ഇറക്കാൻ തുടങ്ങി. ഞാൻ മാത്രമല്ല ഫേസ് യോഗയുടെ ക്ലാസ് എടുക്കുന്ന ആളെന്ന്. ഇത് കാണുമ്പോൾ എനിക്ക് ജഗദീഷിന്റെ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നത്. കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും വൈ ഒൺലി മീ. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് വൈ നോട്ട് യു? നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് അതായത് നിങ്ങളെ പറ്റി എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൊമ്പുണ്ടോ? നിങ്ങൾ വലിയ ഒരു ടീമാണോ? ആണെന്ന് പറഞ്ഞ് എന്നെ കുറിച്ചൊന്നും ആരും പറയാൻ പാടില്ല എന്നുണ്ടോ? ഞാൻ നിർത്തണമെങ്കിൽ ബാക്കി എല്ലാവരും നിർത്തണം കേട്ടാ. പക്ഷെ ഞാൻ കാണിക്കുന്ന തെറ്റാണ്. ഓക്കെ, എന്നാൽ ഞാനെങ്കിലും നിർത്തിയേക്കാം, എന്നിട്ട് ബാക്കിയുള്ളവരെ ഉപദേശിക്കാമെന്നല്ല പറയുന്നത്. അവരൊക്കെ നിർത്തുന്നിട്ട് അവരെ നിർത്തിയിട്ട് ഞാൻ നിർത്താം. നിങ്ങൾക്ക് എന്റെ ഫേസ് ഇഷ്ടമല്ലാതിട്ടാണോ? ഓക്കെ, നമുക്ക് അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ചിലർ നമുക്ക് നമ്മുടെ ഫേസ് ഇഷ്ടം. അപ്പോൾ ഇനി അടുത്ത ഞാൻ സ്റ്റെപ്പിലേക്ക് വെക്കും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടോ? എന്തിനാ പേടി? ഫേസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ലേശ ഉളുപ്പ്. ഈ ഫേസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആരെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കെതിരെ പറയുമോ? ഇവർ കാണിക്കുന്നത് അശാസ്ത്രീയമായിട്ടൊരു ചികിത്സാ രീതി പോലെ അവർ ചെയ്യുന്നു. അത് തെറ്റാണ് എന്നല്ലേ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നോക്കി. ഇപ്പൊ നിങ്ങൾ ഫേസ് യോഗ ഇറക്കി, നിങ്ങളിപ്പോൾ 1000കണക്കിന് പിള്ളേരെ തെറ്റിദ്ധരിപ്പിക്കുന്നെന്ന് പറയുന്നു. ഓക്കെ, പഠിപ്പിക്കുന്നു പറയാം, രണ്ടും ഒന്ന് തന്നെ പഠിപ്പിക്കുന്നു പറയുന്നു. നിങ്ങൾ ഇനി ഈ ഫേസ് യോഗ വിട്ടിട്ട് ഇനി നിങ്ങൾ അടുത്ത സ്ഥാനത്തിൽ എന്തെങ്കിലും കയറി പിടിക്കുമോ എന്നുള്ള പേടിയുണ്ട്. ഡെഫിനറ്റ് ആയിട്ടുണ്ട്. കാരണം സമൂഹത്തോടൊരു ബാധ്യതയുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ബാക്കി എന്തായാലും അങ്ങനെ ഒരു പേടി ഉണ്ടാവും. കാരണം ഫേസ് യോഗ വിട്ടിട്ട് ഇനി അടുത്ത നാളെ തൊട്ട് നിങ്ങൾ നോസ് യോഗ തുടങ്ങിയാലോ അതിന് നിങ്ങൾ ഫീസ് മേടിച്ച് ആൾക്കാരുടെ കാശ് മേടിക്കും. അപ്പം പേടി കാണുമായിരിക്കത്തില്ല.
പല പല യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കൂ. മുംബൈ, ഡൽഹിയിലൊക്കെ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവർ പാർട്ടായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. യോഗയിൽ തന്നെ ഫേഷ്യൽ എക്സസൈസ് എന്ന് പറഞ്ഞ് അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. യോഗ ചെയ്യുന്നവർക്കാണെങ്കിൽ അതറിയാം. ഈ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നോക്കാം കേട്ടോ. നിങ്ങൾ ഈ പണ്ടത്തെ യോഗയുടെ പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഈ ഫേസ് യോഗ എന്ന് പറയുന്ന ഒരു സാധനമേ അതിൻ്റെ അകത്തില്ല. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ യോഗ എല്ലാം ഓക്കെ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം ഈ പുള്ളിക്കാരി പറയുന്ന ഈ ഫേസ് യോഗ എന്ന് പറയുന്ന ഒരു സാധനം പണ്ടത്തെ പുസ്തകത്തിലേ ഇല്ല. ഇത് കാലം കഴിയുന്നോറും ഇപ്പം പണ്ടത്തെ പുസ്തകത്തിൽ ഒരു 5-8 യോഗ ടൈപ്പുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 100, 200, 500 മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം യോഗ എന്ന് പറഞ്ഞ ഒരു സാധനം ഇന്ന് വിറ്റ് പോകുന്ന ഒരു ചരക്കാണ്. അതാണ് ഇപ്പം അഡീഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഇപ്പം എനിക്കൊന്ന് ഇതിനെക്കുറിച്ച് 2 വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇത് യോഗയായിട്ട് ബന്ധപ്പെട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് രണ്ടും WWE-യിലെ 2 ആൾക്കാരുടെ ഫിനിഷിംഗ് ഇതാണ്. ഫിനിഷ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന അവരുടെ ഒരു മൂവ്സാണ്. അപ്പോൾ നാളെ ഒരു സുപ്രഭാതത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു ഗുരുവോ ബാക്കി ആരെങ്കിലുമോ നാളെ പറയാണ് ആദ്യത്തെ ആ പോസ്റ്ററിലെ ആ ആസനം ചെയ്താൽ നിങ്ങൾക്ക് മൈഗ്രെയിനിൽ നിന്നും മുക്തി ലഭിക്കും എന്നൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മലയാളികൾ അത് ചെയ്തു നോക്കുക തന്നെ ചെയ്യും. അടുത്തത് അണ്ടർടേക്കറിൻ്റെ ഫിനിഷിംഗ് മൂവാണ് അത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് കപ്പിൾസ് ഒരുമിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടുകാർ അത് തന്നെ ചെയ്യും. കാരണം എന്ത് ചവറ് കൊണ്ട് വിറ്റാലും അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ മലയാളികൾ. ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ബ്ലെയിം ചെയ്യാൻ പോകുന്നത്? പറയുന്നത് അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ എല്ലാം വിക്ടിം കാർഡാ മൊത്തം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എങ്ങനെ അതിനെ ചെയ്യാൻ പോകുന്നത്? അപ്പോഴൊക്കെ ഞാൻ വിട്ടിരുന്നതാണ്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത കുറെ പണിയില്ലാത്തവന്മാര് കുറെ സാധനങ്ങൾ ചെയ്യുന്നു. കുറെ പണിയില്ലാത്തവന്മാര് കയ്യിലൊരു ഫോൺ ഉണ്ടെന്ന് കരുതിട്ട് എന്ത് തോന്നിയാസം എഴുതാന്നുള്ള സാധനമാണെങ്കിൽ ഇനി അത് നടക്കത്തില്ല. ഞാൻ എന്താ ലീഗലി മൂവ് ചെയ്തൊരു കാര്യം തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പം നോക്കാം. നിങ്ങൾ ഇതല്ലാതെ പിന്നെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഉടായ്പാണ് ചെയ്യുന്നത്, നിങ്ങൾ തട്ടിപ്പാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ലീഗലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞാലും നിങ്ങളൊരു തട്ടിപ്പ് കാണിക്കുന്നു. അത് എന്നെ ആരും വിമർശിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ എന്തൊക്കെ ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാശുണ്ടാക്കിയാലും എന്നെ ആരും വിമർശിക്കരുത്. ഞാൻ ലീഗലി മൂവ് ചെയ്യും. ഈ ഉടായിപ്പ്, തട്ടിപ്പ് എന്നുള്ള വാക്കുകൾ അങ്ങനെയുള്ളവരെ പോയി വിളിക്കാം, അങ്ങനെ ചെയ്യുന്നവരെ പോയി വിളിക്കാം. എന്നെ അങ്ങനെ വിളിക്കാൻ ഒരു റൈറ്റ്സും ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല. ഇനി ആവശ്യമില്ലാതെ ഒരു പോസ്റ്റോ ഓരോ സാധനം വന്ന ഇത് എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ പോവും. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ മൂവ് ചെയ്യും. എനിക്ക് എന്തായാലും പാർവതിയോട് പറയുന്നത്, ദൗർഭാഗ്യവശാൽ നിങ്ങൾ പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഒരു ഫ്രോഡിന്റെ വലയിൽ അകപ്പെട്ട് നിങ്ങളും അതേ പാതയിൽ സഞ്ചരിക്കുന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഫേസ് യോഗ എന്നത് ശാസ്ത്രീയമായി വിശദീകരിക്കാവുന്ന അറിയാവുന്ന ഒന്നല്ല. അത് ഒരു യഥാർത്ഥ കാര്യമായും കണക്കാക്കാനാവില്ല. സാധാരണയായി ഒരു മുഖം മസാജിന് അതീതമായി പറയുന്ന എല്ലാ ഉദാഹരണത്തിനും നാച്ചുറൽ ഫേസ് ലിഫ്റ്റ്, ബോട്ടോക്സിന് പകരം ജോലൈൻ രൂപപ്പെടുത്തൽ, മൂക്കിന് രൂപം മാറ്റൽ, ചുളിവുകൾ കുറയ്ക്കൽ, ലിംഫാറ്റിക് ഡിറ്റോക്സ്, ഇതെല്ലാം വൈദ്യശാസ്ത്രം പോലെ അവതരിപ്പിക്കുന്ന മാർക്കറ്റിംഗ് മാത്രമാണ്. നിങ്ങളെപ്പോലുള്ള ഈ ഇൻഫ്ലുവൻസർമാർ, സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കുന്ന ഇൻഫ്ലുവൻസർമാരുടെ കൈകളിൽ ക്ലിനിക്കൽ ഉത്തരവാദിത്വമില്ലാതെ ഇത് ആധുനിക ആരോഗ്യ രംഗത്തിലെ വ്യാജ ചികിത്സയുടെ നിർവചനത്തിലേക്ക് നേരിട്ട് വരുന്നു. നിങ്ങളും അവരുടെ കൂട്ടത്തിലോട്ട് ചേരുന്നു എന്നങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങളിത് വേഗം തിരിച്ചറിയുകയും ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ ഫോളോവേഴ്സിനെ വഴിതെറ്റിക്കുന്നത് നിർത്തുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിർത്തില്ലെന്നറിയാം, എന്നാലും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതേ പഴങ്കഥ തന്നെയാണ്. ശരിയായ അറിവില്ലാതെ ഉൽപ്പന്നങ്ങളുടെയും ചികിത്സകളുടെയും പ്രൊമോട്ട് ചെയ്യുന്ന സെലിബ്രിറ്റികൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇന്നത്തെ ആളുകൾ ഇൻഫ്ലുവൻസർമാരുടെ അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെയൊക്കെ അഭിപ്രായങ്ങളെ സത്യമായി കാണുന്നു. യഥാർത്ഥ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രാക്ടീസിനെ അവഗണിക്കുന്നത് ആശങ്കാജനകമാണ്. ഫേസ് യോഗയോ ഗ്ലൂട്ടോതയോണോ പോലുള്ള കാര്യങ്ങൾ ശക്തമായ ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അത് സ്പോൺസർഷിപ്പും ലാഭവും കൊണ്ടാണ് പലപ്പോഴും നയിക്കപ്പെടുന്നത്. ആരോഗ്യം എന്നത് ട്രെൻഡുകൾ അന്ധമായി പിന്തുടരുന്നതോ ജിമ്മിലേക്ക് പോകുന്നതോ മാത്രമല്ല, അത് അറിവോടെയും ശാസ്ത്രീയ അടിസ്ഥാനത്തോടെയും തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഒരേ ഒരു കാര്യമേ അവസാനമായിട്ട് പറയാനുള്ളൂ. സയന്റിഫിക് എവിഡൻസ് അത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നെങ്കിലും മിനിമം പഠിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ സ്വയം ഒരു വിഡ്ഢിയായി മറ്റുള്ളവർക്ക് വിഡ്ഢിത്തരം വിളമ്പി ഇങ്ങനെ കാശുണ്ടാക്കി ജീവിക്കുക.